തൽസമാത്ത് പഠിച്ച ആളല്ല. അതൊക്കെ ഇസ്ലാമിന് നിരക്കാത്ത വൈജ്ഞാനിക മേഖലകളാണ്. പലപ്പോഴും ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു, ഉസ്താദെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, ഒന്ന് കണക്ക് നോക്കി പറയണം. എൻ്റെ പേരിന്നതാണ്, എൻ്റെ ഉമ്മാടെ പേരിന്നതാണ്, ഉസ്താദ് ഒന്ന് പറയുമോ? രോഗികൾ ചോദിക്കുന്നു, പലപ്പോഴും ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു, ഉസ്താദെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്, ഒന്ന് കണക്ക് നോക്കി പറയണം. എൻ്റെ പേരിന്നതാണ്, എൻ്റെ ഉമ്മാടെ പേരിന്നതാണ്, ഉസ്താദ് ഒന്ന് പറയുമോ? പ്രിയമുള്ളവരെ, ഒരിക്കലും എനിക്കത് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ജ്യോത്സ്യനല്ല, മന്ത്രവാദിയല്ല, തൽസമാത്ത് പഠിച്ച ആളല്ല. അതൊക്കെ ഇസ്ലാമിന് നിരക്കാത്ത വൈജ്ഞാനിക മേഖലകളാണ്. ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലങ്ങളായി മന്ത്രവാദികൾ പ്രചരിപ്പിച്ച ഒരു പ്രവണതയുടെ ഭാഗമാണത്. ചില കണക്കുകളൊക്കെ നോക്കി ഇന്ന നമ്പർ വന്നാൽ സിഹറാണ്, ഇന്ന നമ്പർ വന്നാൽ കണ്ണേറാണ്, മറ്റേ നമ്പർ വന്നാൽ ബാധയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ശരിയായ രോഗനിർണയമല്ല. ജ്യോത്സ്യന്മാർക്കും ജിന്ന് സേവകർക്കും മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. അത് ഇസ്ലാമികമായ ചികിത്സയുമല്ല. അതൊക്കെ അത്തരം ആളുകളുടെ അടുക്കൽ പോകുന്നതൊക്കെ തെറ്റായ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യങ്ങളുമാണ്. കാരണം മറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരറിയും എന്നുള്ളൊരു വിശ്വാസം ഇത്തരം വിഷയങ്ങൾ തേടി പോകുന്നവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാനൊരു മന്ത്രവാദിയല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ കണക്ക് നോക്കി പറയാൻ എനിക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പോലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്ന ആളല്ല ഞാൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പറയണം. അതിനാണ് ചികിത്സ നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.